പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരത്തിലിറങ്ങിയവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ ഇന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഗതികെട്ട് രാജിവെക്കേണ്ടി വന്നു. 35-ാം നാളിൽ കേവലം 3 മാസം മാത്രം പ്രായമായ ഒരു പാർട്ടിക്ക് മുന്നിൽ അങ്ങനെ BJP-യുടെ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഇതാ വേദിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ജീവനുകളെ ഓർമ്മിച്ച് ഇടതേ കൈയിൽ അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ദേശീയ ഗാനം ആലപിച്ച് അവർ ഈ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി കേസുകൾ പിൻവലിക്കണം. രക്തസാക്ഷികളുടെ കുടുംബത്തിന് അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് കൂടാതെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട്, യുവജനതയോട്, നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോട് അവർക്ക് മാപ്പ് പറയണം എന്നുള്ളതാണ്. ഇത് ആവശ്യം പ്രധാനമന്ത്രി കേൾക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മാരിക്കാരൻ ചേരുന്നു. ആഹ്ലാദ പ്രകടനം നടത്തുന്ന പ്രതിഷേധക്കാർക്കൊപ്പം നോബൽ മാരിക്കാരൻ ഒരു സമരം അതിന്റെ ഫലം കണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഒരു സാധാരണ രീതിയിൽ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ തെരുവിൽ കാണുന്നതാണ് ഇത്രയും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം. ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുമ്പോൾ രാജ്യത്തെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമാണ് ഇങ്ങനെയൊരു കാഴ്ച. എങ്ങനെയാണ് പ്രതിഷേധക്കാർ ഈ തീരുമാനത്തെ ആഹ്ലാദത്തോടെ വരവേൽക്കുന്നത്? ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന് രാജിവെച്ചിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. വലിയ ആവേശം നമുക്കിവിടെ കാണാൻ കഴിയും. अभी क्या कहना चाहता है? धर्मेंद्र प्रधान रिजाइन कर दिया। जी बहुत अच्छा लग रहा है. इससे एजुकेशन भी अच्छा होगा और साथ ही साथ में जो इतने ज़्यादा जो प्रोटेस्ट किया है वो हम सफल मानेंगे कि बिल्कुल अच्छा हुआ कि यूथ का एक सक्सेस है जी. ये यूथ का प्रोटेस्ट का एक सक्सेस है. हाँ, ये यूथ के प्रोटेस्ट का ही सक्सेस है कि हमने इतनी कोशिश की और धर्मेंद्र प्रधान का इस्तीफा हमने ले लिया. അതായത് യുവാക്കൾ വലിയ शुरू होगी, धीरे धीरे सफाई शुरू होगी. अभी एक का इस्तीफा हुआ, अभी औरों का भी होगा. അതായത് യൂത്തിന്റെ ഒരു വലിയ വിജയമാണ് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പല ആളുകളും അക്കാര്യം അറിഞ്ഞിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന കാര്യം വലിയ തരത്തിൽ ആ വാർത്ത ഇവരിലേക്ക് എത്തുന്നത് മാത്രമേ. ഇന്റർനെറ്റിന്റെ അടക്കം പര്യാപ്തത ഇവിടെ കുറവുണ്ട്. ഇന്റർനെറ്റ് സേവനം ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് പലരും ഇത് അറിഞ്ഞിട്ടില്ല. അഭി ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ किया है. क्या कहना चाहते हैं आप लोग? हो गया कंफर्म नहीं हुआ कंफर्म है. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വലിയ തരത്തിൽ, അതായത് പല ആളുകൾ ഇപ്പോഴും അറിഞ്ഞു വരുന്നേ ഉള്ളൂ രാജിയെ കുറിച്ച്. കാരണം ഇന്റർനെറ്റ് സേവനം അടക്കം ഇല്ല സാഹചര്യമുണ്ട്. ശ്രീനിവാസ് PV നമുക്ക് കാണാൻ കഴിയും. യൂത്ത് കോൺഗ്രസ് നേതാവാണ് ശ്രീനിവാസ്. അഭിയോ My brother, everybody in the Congress party, Youth Congress, NSUI, everybody who supported our part of the fight. I compliment them also for standing for what is right, but more than anything else, it is a victory for the students, for the youth of India, and I'm really truly happy. When I heard this news, to be honest, I got a little bit emotional, because many times in the last 10 or 12 years I have felt that when will we wake up? When will our young people wake up? Look what is being done to our country, how our country is being destroyed by these people. I am so happy today that our youth, the young people of India, the students of India have fought this fight bravely and that they have won it.